നമസ്കാരം. ഇന്നത്തെ വീഡിയോ മൂന്നാറിലെ മീശപ്പുലിമലയിലേക്കുള്ള ഒരു ട്രെക്കിങ്ങിൻ്റെ കാഴ്ചകളാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു യാത്രയാണ്. കോഴിക്കോട് നിന്ന് KSRTC ബസ്സിൽ കയറി മൂന്നാറിലെത്തുന്നു. മൂന്നാറിലെത്തിയ ശേഷം ഒന്ന് ഫ്രഷപ്പ് ആവുന്നു. അതിനുശേഷം ഹൈക്കർ ഇന്ത്യയുടെ ടീമുകളുടെ വണ്ടിയിൽ കയറിയിട്ട് മീശപ്പുലിമല ബേസ് ക്യാമ്പിലേക്ക് യാത്ര. അതിൻ്റെ കാഴ്ചകളാണ്. വളരെ രസകരമായ, വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു യാത്രയുടെ കാഴ്ചകളാണ്. ഹൈക്കർ ഇന്ത്യയുടെ യാത്രകളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ഫായിസ് മുഹമ്മദ് എന്ന പേരുള്ള ഒരു സൗമ്യനായ മലപ്പുറംകാരനാണ്. അവർ നമ്മളെ മൂന്നാറിലെ പല പല പിക്കപ്പ് പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. ആ പിക്കപ്പ് പോയിന്റുകളിൽ നിന്ന് നമ്മളെ പിക്ക് ചെയ്തിട്ട് ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലൻറ്റ് വാലിയാണ്. പക്ഷേ ഞങ്ങളുടെ യാത്രയിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ആ യാത്രയ്ക്ക് തൊട്ട് മുമ്പായിട്ട് ഒരു ഗാർഡനിലേക്ക് പോയായിരുന്നു. ഗാർഡനിലെ കാഴ്ചകൾക്ക് ശേഷം നേരെ ചെന്നത് സൈലൻറ്റ് വാലി എന്നുള്ള സ്ഥലത്തേക്കാണ്. സൈലൻറ്റ് വാലി യഥാർത്ഥത്തിൽ ഒരു വലിയ പുൽത്തകിടി, ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് തന്നെ വേണം പറയാൻ. അവിടെ സിനിമകളെല്ലാം ഷൂട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഒരു പ്രത്യേകിച്ച് ഫോട്ടോ എടുക്കാനൊക്കെ വളരെ ഭംഗിയായിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഒരു കുഞ്ഞ് അമ്പലമുണ്ട്, ഒരു പാറക്കെട്ടുമുണ്ട്. അത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ഒരു ഒഴിഞ്ഞ പ്രദേശം, ഒരു അടിവാരെന്ന് പറയാം. ഈ വീഡിയോയിൽ റോസ് ഉടുപ്പും മഞ്ഞ സൈഡ് ബാഗും ഒക്കെ ആയിട്ട് കടന്നു പോകുന്ന ഇദ്ദേഹമാണ് ഫായിസ് മുഹമ്മദ്. ഇദ്ദേഹമാണ് കോർഡിനേറ്റർ. ഇവിടെയുള്ള സർവ്വ ആളുകളുമായിട്ട് പരിചയമുള്ളൊരു മനുഷ്യൻ എന്ന് വേണം പറയാൻ. കാര്യം സൈലൻറ്റ് വാലിയിലെത്തിയപ്പോൾ അവിടെയുള്ള ചായക്കടക്കാരും ഓട്ടോറിക്ഷക്കാരും നാട്ടുകാരും എന്ന് വേണ്ട എല്ലാവരുമായിട്ടും ആൾക്ക് പരിചയമുണ്ട്. അവിടെയുള്ള അന്നേ സമയത്ത് ചായ കുടിച്ച ആളുകളുടെ കാശ് പോലും അദ്ദേഹമാണ് കൊടുത്തതെന്ന് വേണം പറയാൻ. സൈലൻറ്റ് വാലിയിലെ ചായ കുടിയെല്ലാം കഴിഞ്ഞ ശേഷം ഒരു ഗ്രൂപ്പ് ഫോട്ടോ, എല്ലാവരും ചേർന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം വീണ്ടും ജീപ്പിൽ കുറച്ച് ദൂരം തേയിലക്കാട്ടിലൂടെയുള്ള യാത്ര. കുറച്ച് കഴിഞ്ഞാൽ കുറേ ഓഫ് റോഡിംഗ് ആണ്. ഓഫ് റോഡ് കഴിയുമ്പോൾ എത്തുന്നത് നേരെ ബേസ് ക്യാമ്പിലേക്കാണ്. മീശപ്പുലിമല ബേസ് ക്യാമ്പിലേക്കാണ് എത്തുന്നത്. അത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു സ്ഥലമാണ്. അവിടേക്കാണ് എത്തുന്നത്. വളരെ ഭംഗിയായിട്ട് പരിപാലിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. ബേസ് ക്യാമ്പിലാണ് നമ്മൾ ടെൻറ്റ് സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഏകദേശം 6000 അടി ഉയരത്തിലാണ് ഈ ബേസ് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. ഹൈക്കർ ഇന്ത്യ മീശപ്പുലിമല ട്രക്കിങ്ങിനായിട്ട് ഫീസ് ഈടാക്കുന്നത് 3600 രൂപയാണ്. ഈ 3600 രൂപയിൽ മൂന്നാറിൽ നിന്ന് നമ്മളെ ജീപ്പിൽ പിക്ക് ചെയ്ത് ബേസ് ക്യാമ്പ് വരെ എത്തിക്കുന്നതും അവിടെയുള്ള ടെൻറ്റ് സ്റ്റേ, അതിനുശേഷം ഭക്ഷണം, അതുപോലെ ക്യാമ്പ് ഫയർ, കുറിഞ്ഞി വാട്ടർഫോൾ, പിറ്റേ ദിവസമുള്ള ജീപ്പ് യാത്ര, അതിനുശേഷം റിട്ടേണുള്ള ജീപ്പ് യാത്ര, ഇതെല്ലാം ഉൾക്കൊള്ളിച്ച ശേഷമുള്ളതാണ് ഈ 3600 രൂപ. യഥാർത്ഥം പറയുവാണെങ്കിൽ മൂന്നാറിലെത്തിയ ശേഷം പിന്നീട് നമുക്കുള്ള ചിലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് മൂന്നാറിൽ നിന്ന് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ള കാശ് മാത്രമാണ് നമ്മൾ കരുതേണ്ടത്. ബാക്കി എല്ലാം തന്നെ ഹൈക്കർ ഇന്ത്യയുടെ പാക്കേജിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ബേസ് ക്യാമ്പ് 6000 അടി ഉയരത്തിലാണ്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുമുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് ടെൻറ്റിൽ താമസിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്ലീപ്പിംഗ് ബാഗും തരും കേട്ടോ. നല്ല വാം ആയിട്ടുള്ള സ്ലീപ്പിംഗ് ബാഗാണ്. നല്ല ക്വാളിറ്റിയുള്ള സ്ലീപ്പിംഗ് ബാഗാണ് അവർ തരുന്നത്. ബേസ് ക്യാമ്പിലെത്തിയാൽ ആദ്യം തന്നെ നമുക്ക് ടെൻറ്റ് കിട്ടും. ടെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനും ഒന്ന് സെറ്റിൽ ആവാനുള്ള സമയമുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു ബ്രീഫിങ്ങിനായിട്ട് എല്ലാവരെയും വിളിക്കും. എല്ലാവരെയും വിളിച്ച് നമുക്ക് അടുത്തതായിട്ട് പോകേണ്ട കുറിഞ്ഞി വാട്ടർഫോളിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ബ്രീഫിംഗ് തരും. അങ്ങോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കാട്ടിലൂടെയുള്ള യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ അപ്പം തന്നെ ഒരു ചായയും സ്നാക്സും കഴിച്ച ശേഷം നമ്മൾ കുറിഞ്ഞി വാട്ടർഫാളിലേക്കുള്ള യാത്രയാണ്. കുറിഞ്ഞി വാട്ടർഫാളിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ യാത്ര 5 കിലോമീറ്റർ ഉണ്ട്. അവിടെ കുളിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ മഴ പെയ്യുകയാണെങ്കിൽ, അതുപോലെ വെള്ളം അധികമാണെങ്കിലൊന്നും അതിന് സമ്മതിക്കില്ല. നമ്മുടെ കൂടെ ഒരു വനപാലകരുണ്ടാവും, അതുപോലെ തന്നെ ഫായിസും ഉണ്ടാവും കൂടെ. അവർ കർശന നിയന്ത്രണത്തിലാണ് നമ്മളെ അവിടെ കാണിച്ചു തരാൻ കൊണ്ടുപോകുന്നത്. എനിക്ക് തോന്നുന്നു ഇവരുടെ ഹൈക്കർ ഇന്ത്യയുടെ യാത്രയിൽ മാത്രമേ ഈ കുറിഞ്ഞി വാട്ടർഫാൾ കാണാൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഈ യാത്രയിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, മൂന്നാറിൽ ട്രക്കിങ്ങിന് വരുവാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ലീച്ച് സോക്സോ അല്ലെങ്കിൽ സാനിറ്റൈസറോ കരുതുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാര്യം അത്യാവശ്യം നല്ല രീതിയിൽ അട്ടയുണ്ട്. ഒന്ന് മഴ പെയ്താലോ എന്നുള്ള ഈർപ്പമുള്ള സ്ഥലത്തൂടെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അട്ട കടിക്കുന്നുള്ള കാര്യം നിശ്ചയമാണ്. ഈ കുറിഞ്ഞി വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്ര ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഒരു നല്ല ഇടതൂർന്ന കാട്ടിലൂടെയാണ്. ഈ കാട്ടിലൂടെ പോകുന്ന സമയത്ത് കുറേ കീഴ്ക്കാനത്തൊക്കെയായിട്ടുള്ള ഏരിയയാണ്. കുറേ ഭാഗത്ത് യൂക്കാലി മരങ്ങളൊക്കെയാണ്. മറ്റു ചില ഭാഗങ്ങളിൽ സാധാരണ നല്ല ഇടതൂർന്ന കാടാണ്, ഇരുട്ടുള്ള കാടാണ്. അതിലൂടെയുള്ള യാത്രയിൽ വനപാലകർ പറയുണ്ടായി ഇവിടെ മൃഗങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ മൃഗങ്ങളെയൊന്നും കണ്ടിട്ടില്ല. എന്തായാലും തന്നെ നമ്മുടെ മുമ്പിലായിട്ട് ഒരു വനപാലകനും പിറകിലായിട്ട് ഒരു വനപാലകനുണ്ടാവും. അതുകൊണ്ട് അവരുടെ കൺട്രോളിലാണ് നമ്മൾ യാത്ര പോകുന്നത്. അതായത് വഴിമാറി പോവാതിരിക്കാനൊക്കെ ആയിട്ട് അവർ നമ്മളെ ലീഡ് ചെയ്യുന്നുണ്ട്.
കുറിഞ്ഞി വാട്ടർഫാൾ മഴയില്ലാത്ത സമയങ്ങളിൽ മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ്. കാര്യം അധികം ആഴമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. എല്ലാവർക്കും കുളിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. പക്ഷേ കാട്ടിലെവിടെയെങ്കിലും മഴ പെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വെള്ളം വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇതിന് നേരെ താഴെയുള്ളത് ഒരു കീഴ്ക്കാംതൂക്കായിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നേരിട്ട് വെള്ളം താഴത്തേക്കാണ് ചാടിപ്പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആ ഭാഗത്തേക്ക് എൻഡ് പോയിന്റിലേക്ക് നമുക്ക് പ്രവേശനമില്ല. ഫായിസിൻ്റെയും ചുടലണ്ണൻ്റെയും കർശന നിയന്ത്രണത്തിലാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്ര. അവർ ആ എൻഡ് പോയിന്റിലേക്ക് വരാൻ യാതൊരു കാരണവശാലും വിടില്ല. മഴയുള്ള സമയങ്ങളിൽ കുറിഞ്ഞി വാട്ടർഫാളിൽ ഇറങ്ങാൻ ഇവർ സമ്മതിക്കില്ല. അല്ലാത്ത സമയം ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ യാത്രയിൽ അത് എൻജോയ് ചെയ്യാൻ പറ്റിയായിരുന്നു. കുറിഞ്ഞി വാട്ടർഫാളിൽ നിന്ന് തിരിച്ചു വന്ന് രാത്രിയിൽ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. ക്യാമ്പ് ഫയർ, പരസ്പരം പരിചയപ്പെടൽ, പാട്ടുപാടൽ, അങ്ങനെ വളരെ എൻജോയ് ചെയ്ത് അന്ന് രാത്രി. പിറ്റേന്ന് അതിരാവിലെ 4 മണിക്കാണ് മീശപ്പുലിമലയിലേക്കുള്ള ട്രക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ജീപ്പിൽ കയറിയിട്ടുള്ള മീശപ്പുലിമലയിലേക്കുള്ള യാത്ര. സമുദ്രനിരപ്പിൽ നിന്നും 6000 അടിയിലുള്ള ബേസ് ക്യാമ്പ് കൂടാതെ 8000 അടി ഉയരത്തിൽ റോഡോ മാൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള KFTCയുടെ തന്നെ ഒരു താമസ സൗകര്യം കൂടെയുണ്ട്. അത് ടെൻ്റല്ല, വീടായിട്ടുള്ളതാണ്. ഒരു ടെറസായിട്ടുള്ള ഒരു കുഞ്ഞു കുഞ്ഞു വീടുകളായിട്ടുള്ള സൗകര്യമുണ്ട്. റോഡോ മാൻഷനിൽ താമസിക്കുന്നവർക്ക് 640 അടി കൂടെ കയറിയാൽ നമ്മുടെ സൺറൈസ് പോയിന്റ് എത്തും. ആ സൺറൈസ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു 6 മണിക്കൊക്കെ എത്തുവാണെങ്കിൽ സൂര്യോദയം നല്ല ഭംഗിയായിട്ട് കാണാൻ കഴിയും. റോഡോ മാൻഷനിൽ താമസിക്കാനായിട്ട് KFTCയുടെ പാക്കേജ് 6614 രൂപയാണ്. ഇവിടെ 8 മുറികളാണ് ഉള്ളത്. 8 മുറികളിലായിട്ട് 16 പേർക്ക് താമസിക്കാൻ കഴിയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു മാറ്റമുള്ളത്, അവിടേക്ക് വരാനുള്ള 3500 രൂപ ജീപ്പ് ചാർജ് സെപ്പറേറ്റ് കൊടുക്കണം. അതായത് ഒരു ഭാഗത്തേക്കായിട്ട് 3500 രൂപ കൊടുക്കണം. റോഡോ മാൻഷനിൽ താമസിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 8000 അടിയിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവും. അതുകൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും ഹീറ്റർ ഫെസിലിറ്റിയും ഒക്കെയുള്ള റൂമിൽ താമസിക്കാം. അതുപോലെ രാവിലെ വേണമെച്ചാൽ സൂര്യോദയം കാണാനായിട്ട് വളരെ നേരത്തെ 4 മണിക്കൊന്നും എണീക്കേണ്ട കാര്യമില്ല. ഒരു 5, 5:30 എണീറ്റ് പോയാൽ 6 മണിയാകുമ്പോഴേക്കും സൂര്യോദയം ഭംഗിയായിട്ട് കാണാനൊക്കെയുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ മൃഗങ്ങളെ കാണാനുള്ള സാഹചര്യം മറ്റുള്ളവിടത്തെക്കാളും ബേസ് ക്യാമ്പിനേക്കാളും കൂടുതലാണ് ഈ റോഡോ മാൻഷൻ്റെ ഭാഗത്തുള്ളത്. KFTCയുടെ ബേസ് ക്യാമ്പ് പാക്കേജ് 4430 രൂപയാണ്. അതിൽ ജീപ്പ് ട്രാവൽ ഉൾക്കൊള്ളുന്നില്ല. അതുപോലെ തന്നെ ബേസ് ക്യാമ്പിലേക്കുള്ള ജീപ്പിൻ്റെ ചാർജ് 3000 രൂപയാണ്. അതുപോലെ ബേസ് ക്യാമ്പിൽ നിന്ന് റോഡോ മാൻഷൻ വരെയുള്ള ജീപ്പ് ചാർജ് 1500 രൂപയാണ്. ഇത് രണ്ടും ഉൾക്കൊള്ളുന്നില്ല KFTCയുടെ പാക്കേജിൽ. ഹൈക്കർ ഇന്ത്യയുടെ പാക്കേജിൽ എല്ലാം കൂടെ ഉൾക്കൊണ്ടിട്ട് 3600 രൂപയേ ഉള്ളൂ. അതൊരു ഗ്രൂപ്പായിട്ടുള്ള ട്രിപ്പായതുകൊണ്ടായിരിക്കാം അവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നത്. റോഡോ മാൻഷനിൽ നിന്ന് സൺറൈസ് പോയിന്റിലേക്കുള്ള ദൂരം 500 മീറ്ററാണ്. യഥാർത്ഥത്തിൽ വളരെ ഈസി ആയിട്ട് ചെന്നെത്താൻ കഴിയുന്ന ദൂരമാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ വളരെ ബുദ്ധിമുട്ടി. എൻ്റെ ആദ്യത്തെ ഈ 500 മീറ്റർ ആയിരുന്നു എനിക്ക് ഈ മീശപ്പുലിമല ട്രെക്കിങ്ങിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. കാര്യം ഒന്ന്, വളരെ നേരത്തെ ആയതുകൊണ്ട് തന്നെ നല്ല ഹ്യൂമിഡിറ്റിയും നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശ്വാസം വളരെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. വലിയ ബുദ്ധിമുട്ടായിരുന്നു മുകളിൽ എത്തിപ്പെടാനായിട്ട്. സൂര്യൻ ഉദിക്കുന്ന ദിക്കിൽ തന്നെയാണ് മീശപ്പുലിമലയുള്ളത്. മീശപ്പുലിമലയിലേക്ക് എത്താൻ നേരെ കാണുന്ന കുന്നുകളെല്ലാം കയറി അതിനപ്പുറത്തുള്ള ഒരു കുന്നിലാണ് മീശപ്പുലിമലയുള്ളത്. ട്രക്കിങ്ങിനായിട്ട് ബേസ് ക്യാമ്പിൽ നിന്ന് 40 പേരും റോഡോ മാൻഷനിൽ നിന്ന് 8 പേരും ഉണ്ടായിരുന്നു, 2 ഫാമിലി. എല്ലാവരും തന്നെ ട്രക്കിംഗ് കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ യാത്രയിൽ ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യത്തെ ആ 500 മീറ്റർ കയറുന്നതിൻ്റെ ബുദ്ധിമുട്ട് പിന്നീട് ഉണ്ടായിട്ടില്ല. 1-2 പേരുടെ കാല് എരടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ തന്നെയും എല്ലാവരും തന്നെ ട്രക്കിംഗ് കംപ്ലീറ്റ് ചെയ്തു. ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് എല്ലാവരും തന്നെ ഷൂസ് കരുതുന്നത് നല്ലതായിരിക്കും. ചില ആളുകൾ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് ക്രോക്സ് ഒക്കെ ഉപയോഗിച്ചിരുന്നു. അങ്ങനെയുള്ള ക്രോക്സുകൾ പോലെയുള്ള ചെരുപ്പുകൾ, റബ്ബർ ചെരുപ്പുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ഗ്രിപ്പ് കിട്ടാത്തൊരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ട്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് ആനമുടിയാണ്. ആനമുടിയിലേക്ക് നമുക്ക് പ്രവേശനമില്ല. രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ് ഈ പറയുന്ന മീശപ്പുലിമല. ഈ മീശപ്പുലിമലയിലേക്കാണ് നമ്മുടെ കാൽപാദങ്ങൾ പതിയാൻ പോകുന്നത്. ഈ ട്രെക്കിങ്ങിലെ ഗൈഡായിട്ടുള്ള ചുടലയണ്ണൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ആന, വരയാട്, കാട്ടി, മ്ലാവ്, പുലി ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ചുടലയണ്ണൻ പല യാത്രകളിലും ഇതുപോലെ മൃഗങ്ങളെ കണ്ടിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഡിസംബർ മാസമാണ് മീശപ്പുലിമല ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് പറ്റിയ ഏറ്റവും നല്ല സമയം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ടാവും. അതുകൂടാതെ ഈ മല മുഴുവൻ പൂക്കളായിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ക്ലൗഡ് ബെഡ് ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഡിസംബർ മാസത്തിലാണ് കൂടുതലായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. 2-3 കുന്നുകൾ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ഒരു കുഞ്ഞരുവിയുണ്ട് അവിടെ. ആ കുഞ്ഞരുവിയിലെ വെള്ളമാണ് മിക്കവാറും ആളുകളെല്ലാം ബോട്ടിലാക്കി എടുത്തത്.
ഓരോ മലയുടെ താഴ്വാരങ്ങളും ഓരോ പ്രത്യേക തരം ചെടികളുള്ള പോലെയാണ് തോന്നിയത്. കാര്യം ചില ഭാഗങ്ങളിൽ നിറയെ പുല്ലുള്ള സ്ഥലമാണെങ്കിൽ മറ്റു ചില ഭാഗങ്ങളിൽ കുഞ്ഞു കുഞ്ഞു പൂക്കളുള്ള മലകളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പ്രത്യേക ഭംഗിയാണ് ഓരോ മലയുടെ താഴ്വാരങ്ങൾക്കുള്ളത്. മലയുടെ മേൾവശങ്ങളിൽ മാത്രമാണ് മരങ്ങളുള്ളത്. അല്ലാത്ത ഭാഗങ്ങൾ മുഴുവൻ പുൽമേടുകളോ അല്ലെങ്കിൽ ഒരു മൊട്ടക്കുന്നോ ഒക്കെയാണ്. മിക്കവാറും സമയങ്ങളിൽ വെയിൽ മേളിലേക്ക് എത്തുന്നതിനനുസരിച്ച് ചൂടുണ്ട് കേട്ടോ. നേപ്പാളിൻ്റെ ദേശീയ പുഷ്പമായിട്ടുള്ള റോഡോഡെൻഡ്രോൺ മീശപ്പുലിമലയിലും താഴ്വാരത്തും ഒക്കെ ആയിട്ട് പലയിടത്തായിട്ട് ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. കടും ചുവപ്പ് നിറത്തിലുള്ള റോഡോഡെൻഡ്രോൺ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. അതിൻ്റെ ഇലകളൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം കശുമാവിൻ്റെ ഇലയോട് സമാനമായിട്ടുള്ള ഇലകളായിട്ടാണ് തോന്നുന്നത്. ഡിസംബർ മാസത്തിലാണ് ഇത് കൂടുതലായിട്ട് പൂത്ത് ഭംഗിയായിട്ട് നിൽക്കാറുള്ളത്. ഈ ഭംഗിയുള്ള പൂക്കളെ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ട്രക്കിംഗ് ആരംഭിച്ചിട്ടുള്ള അവിടെയുള്ള ബിൽഡിങ്ങുകൾക്കെല്ലാം കൂടെ റോഡോ മാൻഷൻ എന്ന് പേരിടാനുള്ള കാരണവും. മീശപ്പുലിമലയിൽ ഈ കുന്നുകളുടെ മുകളിലായിട്ട് പലതരത്തിൽപ്പെട്ട സസ്യങ്ങളുണ്ട്. അതിൽ നീലക്കുറിഞ്ഞിയും റോഡോമെൻഷനും അങ്ങനെ പല വ്യത്യസ്തങ്ങളായ പുഷ്പങ്ങളും ഉണ്ട്. ഇവയൊന്നും പറിക്കുന്നത് അനുവദനീയമല്ല. എല്ലാം ശിക്ഷാർഹമായ കുറ്റങ്ങളാണേ. മീശപ്പുലിമല അങ്ങനെ ട്രക്ക് ചെയ്ത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പല കുന്നുകളുടെയും മുകളിലെത്തുമ്പോൾ നമുക്ക് തോന്നും ഇനി കുന്നുകളില്ല, ഇതായിരിക്കും മീശപ്പുലിമല എന്ന്. പക്ഷേ നമ്മൾ വന്നത്രയും തന്നെ ദൂരം ഇനിയും ബാക്കിയുണ്ടെന്നാണ് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുക. ട്രക്ക് ചെയ്ത മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പലയിടങ്ങളിലായിട്ട് ഇതുപോലെ വെള്ളച്ചാട്ടങ്ങളും അതുപോലെ നീർച്ചാലുകളും ഒക്കെ കാണാൻ കഴിയും. അടുത്തേക്ക് പോകാനൊക്കെ കഴിയുമെങ്കിൽ തന്നെ നമുക്ക് അത്ര തന്നെ ആരോഗ്യം ഉണ്ടാവില്ല. അത്രയും ദൂരം പോയിട്ട് അത് കാണാനുള്ള ഒരു ആവത് ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ചുറ്റിലുള്ള കാഴ്ചകളെല്ലാം കണ്ട് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുമ്പിലുള്ള മലയിൽ എൻ്റെ കൂടെ തന്നെ യാത്ര ചെയ്ത പലരും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് എത്തണമെങ്കിൽ ഏകദേശം ഒരു കുന്ന് ഇറങ്ങുകയും വേണം, മറ്റൊരു കുന്ന് കയറുകയും വേണം. എങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ദൂരം അത്രയ്ക്ക് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. മീശപ്പുലിമല ട്രക്കിങ് ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ തീർക്കണം എന്നുള്ളത് കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം മെല്ലെ പോയാലും കുഴപ്പമില്ല. കുന്ന് കയറി ഇറങ്ങുന്നതിൻ്റെ ഇടയിലെല്ലാം ജിഷ്ണ നീലക്കുറിഞ്ഞി തേടുന്നുണ്ടായിരുന്നു. അവസാനം അവൾ കണ്ടുപിടിച്ചു. നീലക്കുറിഞ്ഞി ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കയറുന്ന വഴിയുടെ അരികിലായിട്ട് നീലക്കുറിഞ്ഞി ഉണ്ടായിരുന്നു. നീലക്കുറിഞ്ഞി ഒരു അപൂർവ ഇനം സസ്യമാണ്. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞി എന്നാണ് പറയുന്നത്. പക്ഷേ 1-2 പൂക്കളൊക്കെയുള്ള നീലക്കുറിഞ്ഞികൾ അങ്ങിങ്ങായിട്ട് കാണാറുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ഒരു മല നിറയെ നീലക്കുറിഞ്ഞികൾ പൂത്തത് 2018-ലാണ്. മൂന്നാറിൽ പലയിടങ്ങളിലായിട്ട് നീലക്കുറിഞ്ഞികൾ പൂക്കാറുണ്ട്. അതുപോലെ തമിഴ്നാട്ടിലെ പഴനി മലകളിലും ഇതുപോലെ നീലക്കുറിഞ്ഞികൾ പൂക്കാറുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. ഹൈക്കിങ്ങിനും ട്രക്കിങ്ങിനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവരോടായിട്ടാണ് പറയുന്നത്. വളരെ അടുത്തായിട്ടുള്ള ഇത്തരം സ്ഥലങ്ങൾ ട്രക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പോയി ട്രക്ക് ചെയ്യാനുള്ള അവസരം ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മീശപ്പുലിമല ട്രക്ക് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരാളല്ല. ഞാൻ പൊതുവേ എക്സസൈസ് ഒന്നും ചെയ്യുന്ന ഒരു പ്രകൃതക്കാരനും അല്ല. എങ്കിൽ തന്നെയും ഞാനിത് മീശപ്പുലിമലയിലേക്ക് എത്തിപ്പെടാൻ എന്നോട് കഴിയുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പൊതുവേ മീശപ്പുലിമല പോലുള്ള സ്ഥലങ്ങളിലേക്ക് ട്രക്ക് ചെയ്യാമെന്നുള്ള സമയം കേൾക്കുമ്പോൾ അത് പിന്നത്തേക്ക് മാറ്റി വയ്ക്കാറ്. പക്ഷേ ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ തീരുമാനിച്ചു മീശപ്പുലിമലയിലേക്ക് എത്തി. എന്നോട് അത് ട്രക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഞാൻ 91 കിലോ ഭാരമുണ്ട് ഞാനത് ട്രക്ക് ചെയ്യുന്ന സമയത്ത്. പ്രത്യേകിച്ച് എക്സസൈസ് ചെയ്യുന്ന ആളുമല്ല. പക്ഷേ എന്നോട് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഒരുപക്ഷെ എന്നെപ്പോലെ ഈ എക്സസൈസ് ഒന്നും ചെയ്യാത്ത പ്രകൃതക്കാരായിട്ടുള്ള ആളുകൾ ഒരു നല്ല പ്രായത്തിൽ തന്നെ ഇത്തരം ഭാഗങ്ങൾ കണ്ട് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ പ്രായമാകുന്ന സമയത്ത് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാൻ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒന്നില്ലെങ്കിൽ നമ്മൾ എക്സസൈസിലേക്ക് മുമ്പോട്ട് വരിക, അതല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മുമ്പേ കൂട്ടി തന്നെ അത് പ്ലാൻ ചെയ്ത് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കോഴിക്കോട് നിന്നാണ് മൂന്നാറിലേക്ക് ട്രക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. അതിന് കോഴിക്കോട് 11:30-ക്ക് KSRTCയുടെ ഒരു ബസ്സുണ്ട്. അത് കയറി കഴിഞ്ഞാൽ മൂന്നാറിലേക്ക് 6 മണിയാകുമ്പോൾ മൂന്നാറിലെത്തും. മൂന്നാറിലൊരു റൂമെടുത്ത് ഫ്രഷായ ശേഷം ഒന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമുക്കൊരു 10 മണിയാകുമ്പോൾ ഹൈക്കർ ഇന്ത്യയുടെ വണ്ടിയിൽ കയറിയിട്ടാണ് ഞാൻ ഈ ബേസ് ക്യാമ്പിലെത്തിയത്. അതുപോലെ കോഴിക്കോട് ഭാഗത്തുനിന്നും മലപ്പുറം ഭാഗത്തുനിന്നുള്ള ആളുകൾക്കൊക്കെ ഈ രീതി തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. വളരെ എളുപ്പമായിട്ട് പോവാം. നമ്മളൊന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും മൂന്നാർ എത്താനും പറ്റും. ഏകദേശം 3 മണിക്കൂർ ട്രക്ക് ചെയ്തിട്ട് ഞാൻ മീശപ്പുലിമലയുടെ മുകളിലെത്തി. വെസ്റ്റേൺ ഘട്ടിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്ത്. നമുക്ക് താഴെയാണ് മേഘങ്ങളൊക്കെ ഉള്ളത്. ഇന്ന് അധികം മേഘങ്ങളില്ലാത്തൊരു കാലാവസ്ഥയാണ്. നല്ല തണുപ്പും കാറ്റും പഞ്ഞിക്കെട്ട് പോലെ മേഘങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് അവിടെ ഇരുന്ന് ഞാൻ കുറേ നേരം ആ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നു.
ഇവിടുത്തെ കാലാവസ്ഥ നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാലാവസ്ഥയാണ്. പെട്ടെന്ന് തന്നെ ക്ലൈമറ്റ് മാറിക്കൊണ്ടേയിരിക്കും. ഞങ്ങൾ നോക്കിയിരിക്കുമ്പോൾ തന്നെ മേഘക്കെട്ടുകൾ വന്ന് നിറയുകയും അത് ഇല്ലാണ്ടാവുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ കുറേ നേരം അവിടെ ഇരുന്നിട്ട് ഈ കാഴ്ചകളെല്ലാം കണ്ടു. മീശപ്പുലിമലയുടെ ഏറ്റവും ഉയരമുള്ള ഭാഗത്തിൻ്റെ ചെരുവിലായിട്ട് കുറേ അധികം റോഡോഡെൻഡ്രോണിൻ്റെ ചെടികളുണ്ടായിരുന്നു. ഇപ്പം തന്നെ അതിൽ ചുവന്ന പൂക്കളുണ്ട്. ഡിസംബർ മാസം ആകുമ്പോൾ വളരെയധികം പൂക്കളായിട്ട് നിൽക്കുന്നതാണ് ചുടലയണ്ണൻ്റെ അഭിപ്രായം. ഞാൻ മുകളിലെത്തിയ ശേഷം കുറച്ച് നേരം അവിടെ ഇരുന്ന് വിശ്രമിച്ച് കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് തന്നെ മേഘങ്ങളെല്ലാം ഉരുണ്ടുകൂടി അപ്പുറത്തുള്ള കാഴ്ചകളൊന്നും കാണാത്ത വിധം നിറഞ്ഞു നിന്നു. പക്ഷേ ഓപ്പോസിറ്റ് സൈഡിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. നടന്ന് ഞാൻ മീശപ്പുലിമല എത്തിയ ശേഷം കുറച്ച് പേര് കൂടെ മുകളിലേക്ക് എത്താനുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും എത്തിയ ശേഷം ഒരു 10-25 പേര് മാത്രമായി മീശപ്പുലിമലയുടെ മുകളിൽ. ബാക്കിയുള്ള കുറച്ച് പേര് താഴത്തോട്ട് ഇറങ്ങി. ഞാൻ മീശപ്പുലിമലയുടെ മുകളിൽ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം നിന്നുണ്ടായിരുന്നു. ക്ലൈമറ്റ് മാറി മാറി വരുന്നതും കാഴ്ചകളും കാണുന്നതിൻ്റെ കൂടെ റെസ്റ്റ് എടുക്കലും നടന്നു. കൂടെ എനിക്ക് അവിടെ റെക്കോർഡ് ചെയ്ത ഒരു കാഴ്ച പോലും വേണ്ടാന്നോ അല്ലെങ്കിൽ കളയണമെന്നോ തോന്നിയിട്ടേ ഇല്ല. മുഴുവനായിട്ടുള്ള കാഴ്ചകളും അതേപടി പകർത്താനാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷേ നമ്മുടെ ക്യാമറയിൽ എത്രത്തോളം അവിടെയുള്ള കാഴ്ചകൾ പകർത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് 50% പോലും പകർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രദേശത്തിൻ്റെ ഭംഗിയും ഫീലും ഇവിടെ എത്തിയാൽ തന്നെ മനസ്സിലാവുള്ളൂ. കാര്യം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ കുന്നുകളെല്ലാം കയറി മീശപ്പുലിമലയുടെ മുകളിലെത്തുമ്പോൾ നമുക്ക് ചുറ്റിലുമായിട്ട് മേഘങ്ങളും കാറ്റും തണുപ്പും പിന്നെ വളരെ വിസ്തൃതമായിട്ടുള്ള ഈ പ്രദേശം വളരെ ഭംഗിയായിട്ടാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഈ ആകാശത്തിൻ്റെ നിറവും എല്ലാം കൂടെ പ്രത്യേകതരം ഒരു ഫീലാണ്. എല്ലാവരും മീശപ്പുലിമലയുടെ മുകളിൽ എത്തുന്നവരെ ചുടലയണ്ണൻ ഞങ്ങൾക്ക് പെർമിഷൻ തന്നു അവിടെ ഇരുന്നോളാൻ. എല്ലാവരും എത്തി. കുറേ പേർ വീണ്ടും താഴത്തോട്ട് ഇറങ്ങി തുടങ്ങി. അപ്പോഴേക്കും മേഘങ്ങളെല്ലാം പോയി ആകാശം ക്ലിയറായി തുടങ്ങി. അപ്പോഴാണ് ഇടുക്കി ഡാമിൻ്റെ റിസർവോയറും വെള്ളമൊക്കെ കാണാൻ തുടങ്ങിയത്. അതുപോലെ മൂന്നാർ ടൗണ് കാണാൻ പറ്റും. അതുപോലെ കൊടൈക്കനാൽ കാണാനും കഴിയുമെന്നൊക്കെയാണ് ചുടലയണ്ണൻ പറയുന്നത്. പല പ്രദേശങ്ങളും ചൂണ്ടിക്കാണിച്ച് തന്നിട്ട് പറഞ്ഞിരുന്നു ഇത് മൂന്നാറാണ്, മറ്റേ കുളുക്കുമലയാണെന്നൊക്കെ ചുടലയണ്ണൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങൾ ട്രക്കിങ്ങിനായിട്ട് ബേസ് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ടവരല്ലാതെ ഇവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. പാലക്കാട് നിന്ന് വന്നിട്ടുള്ള ഒരു ഫാമിലി, പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവർ മിക്കവാറും റോഡോ മെൻഷനിൽ താമസിച്ച ആളുകളായിരിക്കും. അതുപോലെ മുൻകാലങ്ങളിൽ തമിഴ്നാട് വഴി കുളുക്കുമല വഴിയാണെന്ന് തോന്നുന്നു. തമിഴ്നാട്ടിൽ നിന്ന് അനധികൃതമായിട്ട് ട്രക്ക് ചെയ്തിട്ട് മീശപ്പുലിമല ആളുകൾ വരാറുണ്ടായിരുന്നു. അങ്ങനെ മീശപ്പുലിമലയിൽ വരുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഇവിടെ തീപിടുത്തം ഉണ്ടായിട്ട് ആ ട്രക്കിങ്ങിൽ വന്നിട്ടുള്ള കുറേ അധികം ആളുകൾ മരിച്ചുപോയി. അതോടുകൂടി ഈ ട്രക്കിംഗ് തമിഴ്നാട് വഴിയുള്ള അനധികൃത ട്രക്കിംഗ് പൂർണ്ണമായിട്ടും നിരോധിച്ചു. ഇന്ന് അങ്ങനെ ട്രക്ക് ചെയ്തിട്ട് ആരും തന്നെ വരാറില്ല എന്നാണ് പറയപ്പെടുന്നത്. അതുവഴി വന്നു കഴിഞ്ഞാൽ ജയിൽ ശിക്ഷ ഉറപ്പാണ്. ട്രക്കിങ്ങിനായിട്ട് പോരുമ്പോൾ കുറച്ച് ചോക്ലേറ്റോ ബ്രെഡോ ഒക്കെ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം 7-8 മലകൾ കയറി ഇറങ്ങാനുണ്ട്. നന്നായിട്ട് ക്ഷീണിക്കും. അതുപോലെ ട്രക്കിങ്ങിന് വരുന്ന ആളുകൾ ട്രക്കിംഗ് സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഒരു പവർ ബാങ്കും. പിന്നീട് ഇവിടെ മൊബൈലിന് അധികം സ്ഥലങ്ങളിലൊന്നും റേഞ്ച് ഇല്ല കേട്ടോ. അതുപോലെ ബേസ് ക്യാമ്പിൽ പറയുകയാണെന്ന് വെച്ചാൽ ബേസ് ക്യാമ്പിൽ ഇലക്ട്രിസിറ്റിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ചെറിയൊരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് ഉണ്ട്. അവർ തന്നെ അവരുടെ ഒരു ചെറിയ പൈപ്പിലൂടെ വെള്ളമെടുത്ത് ഒരു ടർബൈൻ കറക്കി വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ മുഴുവൻ നേരവും ഇലക്ട്രിസിറ്റി ഉണ്ട്. ഏറ്റവും അവസാനമായിട്ട് മീശപ്പുലിമലയിൽ നിന്ന് ഇറങ്ങിയത് ഞങ്ങളായിരുന്നു. ചുടലണ്ണൻ്റെ പെർമിഷനോട് കൂടി ഞങ്ങളവിടെ ഇരുന്നു. പാലക്കാടിലുള്ളൊരു ഫാമിലി ഉണ്ടായിരുന്നു. അവർ അവസാനമായിട്ടാണ് മേളിലേക്ക് കയറിയെത്തിയത്. അതുകൊണ്ട് അവർക്ക് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൊടുത്തു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് താഴത്തേക്ക് ഇറങ്ങിയത്. ഭാഗ്യം എന്ന് പറയാൻ അന്നേ നേരത്തെ ഒരു ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായി. ചാറ്റൽ മഴ ഉണ്ടായതോടുകൂടി മൊത്തത്തിലുള്ള ക്ലൈമറ്റ് ആകെ മാറി. താഴ്വാരത്ത് നിന്ന് നീരാവിയോ അല്ലെങ്കിൽ മേഘങ്ങൾ ഇങ്ങനെ പൊങ്ങി മേളിലോട്ട് വരുന്ന കാഴ്ചകളൊക്കെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. ചെറിയ ചാറ്റൽ മഴ നല്ലതായിരുന്നു. കാഴ്ചകളും കാണാനൊക്കെ നല്ലതായിരുന്നു. ഒരുപക്ഷേ മഴ ഇത്തിരി കൂടി ശക്തി ഉണ്ടായിരുന്നെങ്കില് മല ഇറങ്ങുന്നത് വലിയ ബുദ്ധിമുട്ടായേനെ. കാര്യം പുല്ലിലെല്ലാം വെള്ളം നനഞ്ഞ് നമുക്ക് ഗ്രിപ്പ് കിട്ടാത്ത ഒരവസ്ഥ വന്നേനെ. അതിനും മാത്രമുള്ള മഴ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാമത് മല ഇറങ്ങുന്നത് നമ്മൾ കയറിയ അതേ വഴിയിലല്ല. മറ്റൊരു വഴിക്കാ. കയറി വന്ന മല കണക്കാക്കുകയാണെങ്കിൽ തിരിച്ചു പോകുമ്പോൾ വലിയ പാടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ 2 മലകളെ കയറി ഇറങ്ങാനുള്ളൂ. പിന്നീടുള്ളതെല്ലാം ഒരു പരന്ന പ്രദേശമാണ്. മലയുടെ താഴ്വാരത്ത് കൂടെയുള്ള യാത്രയാണ്. കുറച്ച് ചതുപ്പുള്ള പ്രദേശത്ത് കൂടെയാണ് യാത്ര. ഈ മലയിറങ്ങി താഴ്വാരത്ത് കൂടെ പോകുന്ന ആ യാത്രയിലാണ് കൂടുതലും മൃഗങ്ങളെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുക.
ഞങ്ങൾ ഏറ്റവും അവസാനം ഇറങ്ങിയത് കൊണ്ട് ഞങ്ങൾ മൃഗങ്ങളെ ഒന്നും കണ്ടില്ല. ഞങ്ങൾക്ക് മുമ്പിലായിട്ട് പോയ ആളുകൾ വരയാടിനെയൊക്കെ കണ്ടു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ മലയിറങ്ങി റോഡോ മെൻഷനിലെത്തുമ്പോൾ അവിടെ ഞങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ സ്ഥിരം സന്ദർശകരായിട്ടുള്ള കുറച്ച് വരയാടുകൾ. ഈ പരന്ന പ്രദേശത്തു കൂടെയുള്ള യാത്രാ സമയത്ത് നമുക്ക് തോന്നുക നമ്മുടെ മീശപ്പുലിമല ട്രെക്കിംഗ് ഓൾമോസ്റ്റ് തീർന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ നേരെ റോഡോ മെൻഷനിലെത്തുന്നു. റോഡോ മെൻഷനിൽ നിന്ന് നമ്മൾ ജീപ്പിൽ കയറിയിട്ട് ബേസ് ക്യാമ്പിലേക്ക് പോകുന്നു. ഒരു ലഞ്ച് കഴിച്ച ശേഷം നമ്മൾ മൂന്നാറിൽ കൊണ്ടാക്കും. മൂന്നാറിൽ നിന്ന് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് യാത്രയാവുകയാണ്. തിരിച്ചുള്ള യാത്രയിൽ വഴിയിലായിട്ട് ഒരു മ്ലാവിൻ്റെ അസ്ഥികൂടമൊക്കെ കിടക്കുന്നുണ്ട്. അതേതോ മൃഗങ്ങൾ പിടിച്ചിട്ടുള്ള മ്ലാവിൻ്റെ അസ്ഥികൂടമാണ്. അതിനെ ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് അവിടുന്ന് എടുത്തു മാറ്റുകയൊന്നും ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ ഈ പ്രദേശത്ത് മൃഗങ്ങളെക്കുറിച്ച് പഠിക്കാനൊക്കെ വരുന്ന ആളുകൾ ഹട്ട് ഉണ്ടാക്കിയിട്ട് ആ ഹട്ടിൽ താമസിച്ച് മൃഗങ്ങളെ വാച്ച് ചെയ്യാറുണ്ടെന്നൊക്കെയാണ് അവിടുത്തെയുള്ള ഫോറസ്റ്റ് ഓഫീസേഴ്സൊക്കെ പറഞ്ഞത്. ഈ വരയാടിൻ്റെ കാഴ്ചകളോടുകൂടി ഈ മൂന്നാറിലെ മീശപ്പുലിമല ട്രിപ്പ് അവസാനിപ്പിക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഫായിസിൻ്റെ ഹായ് ഗായ്സ് ഇല്ലാതെ ഈ യാത്ര പൂർത്തിയാവില്ല. അതുപോലെ ഈ ഫായിസിൻ്റെ ഹൈക്കർ ഇന്ത്യക്ക് ഗവിയിലേക്കും കൂടെ ഒരു ട്രിപ്പ് ഉണ്ട്. അടുത്ത പ്രാവശ്യം അതിന് പോകണമെന്നാണ് കരുതുന്നത്.